എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ജിഞ്ചർ ചിക്കൻ ആണ്. ഒരു ഇന്തോ-ചൈനീസ് രീതിയിലാണ് നമ്മൾ ഇന്നത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോണുള്ള ചിക്കൻ ഉപയോഗിച്ച് നമുക്കത് തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ചിക്കൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാതെ കുറച്ച് കനം കുറച്ച് ചരിച്ചാണ് ജിഞ്ചർ ചിക്കനായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒപ്പം തന്നെ 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വെള്ളം കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റായി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചൈനീസ് ഫുഡെല്ലാം വളരെ ഫാസ്റ്റിൽ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയൊരു സവാളയുടെ പകുതി ക്യൂബ്സായി കട്ട് ചെയ്ത് പെറ്റൽസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസിന് പകരമായിട്ട് ചില്ലി പേസ്റ്റ് എടുത്താലും മതിയാവും. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇതുപോലൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏതൊരു വെജിറ്റബിൾ ഓയിലും ഇതിലേക്കായിട്ട് എടുക്കാവുന്നതാണ്. കൂടുതൽ ഓയിൽ ഒഴിച്ചൊന്ന് ഡീപ് ഫ്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനിടയിലുള്ള ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി ഇതേ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നീട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച് 3-4 മിനിറ്റ് എല്ലാ സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജിഞ്ചർ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആക്കാതെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ഓയിലിൽ നിന്നും കോരി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിൽ നിന്നും അധികമുള്ള ഓയിൽ മാറ്റി വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലയിലേക്കുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് വഴട്ടിയെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറി ചെയ്യുന്ന പോലെ എല്ലാം വെന്തുടേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് കൂടി ഒന്ന് വഴട്ടിയെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെയും സവാളയുടെയും പുറം മാത്രം ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ് സെലറി ലീഫ് ചേർത്ത് കൊടുക്കാം. സെലറി ലീഫ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സെലറി ലീഫ് ചേർത്തിട്ട് ഒന്ന് വഴട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെയും കോൺഫ്ലോറിൻ്റെയും ഈ ഒരു മിക്സ് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 30 സെക്കൻഡ് ഇതൊന്ന് വഴട്ടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വഴട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ജിഞ്ചർ ചിക്കൻ ഗ്രേവി വേണ്ടവർക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്.
ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് സോസിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് സോസെല്ലാം ചിക്കൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സോസെല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് കൂടി പാത്രത്തിൻ്റെ ചുടിൽ തന്നെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി സോസെല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ജിഞ്ചർ ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചിയും കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ സോസിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം ചിക്കനിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ജിഞ്ചർ ചിക്കൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്